മാർക്സിസം ആസ് an economic doctrine is almost like രാമർ പെട്രോൾ. രാമർ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുമോ നോക്കുക, അതൊരു വ്യാജമാണ്. നിങ്ങളിപ്പോൾ സ്പേസിലേക്ക് ഒരു വണ്ടി, ഒരു വെഹിക്കിള്, ഒരു യാനം വിടുകയാണ്, ഒരു സ്പേസ് ഷിപ്പ് വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സയൻസ് ഇല്ലേ, എൻ്റെ സയൻസ് എത്ര ഓരോരോ കാര്യങ്ങൾ ഇക്വേഷൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ സാധനം എല്ലാം മേലോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പാകപ്പിഴ മൂലം തിരിച്ചൊക്കെ വരാം, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ബേസിക്കലി വിജയിക്കാനുള്ള സാധനം അതിനകത്തുണ്ട്. അപ്പോൾ വിജയിക്കുന്ന ആ സാധനം മുകളിലേക്ക് വിടുന്നു, അങ്ങനെ പോയിട്ട് തിരിച്ചു വരും. അവിടെ ഒരാളൊരു ഇവിടുത്തെ ഒരു നാച്ചുറോപ്പതിക്കാരൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപടശാസ്ത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു ആയുർവേദ മോഡൽ, അല്ലെങ്കിൽ ഒരു മാർക്സിസം മോഡൽ കൊണ്ടുവന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് ഇത് സാധനം വിടാൻ പറ്റത്തില്ല. കാരണം അത് വ്യാജമാണ്, അത് കപടമാണത്, മനസ്സിലായി. പക്ഷെ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആയുർവേദത്തിന് നിലനിൽക്കാൻ പറ്റും, ഹോമിയോയ്ക്ക് നിലനിൽക്കാൻ പറ്റും, യുനാനിക്ക് നിലനിൽക്കാൻ പറ്റും, മാർക്സിസത്തിന് നിലനിൽക്കാൻ പറ്റും. ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപട ചികിത്സകൾ എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസകരമായിട്ടും പെട്ടെന്ന് സ്വീകാര്യമായിട്ടും തോന്നുന്നത്, അതേപോലെയാണ് ഈ മാർക്സിസം പോലെയുള്ള ഈ കപട വെളിപാട് സിദ്ധാന്തമാണ് മാർക്സിസം. ഒരാൾ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചാണ്, അല്ല പ്രത്യേകിച്ച് അയാളുടെ ഒരു നിരീക്ഷണമാണ്. അതിന് ഇന്ന് വലിയ പ്രാധാന്യം ഇല്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ എക്കണോമിക്സ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിന് ഈ മാർക്സിസ്റ്റ് സാമ്പത്തിക നയങ്ങളോ അല്ലെങ്കിൽ സോക്കോൾഡ് ഇതൊക്കെ പഴഞ്ചനാണ്, റിഗ്രസീവ് ആണ്, അങ്ങനെ എക്കോണമി മുന്നോട്ട് പോവില്ല. മറുവശത്ത് ക്യാപിറ്റലിസത്തെ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റലിസത്തിൽ അങ്ങനെ പുസ്തകമോ ആചാര്യനോ ശാസനമോ നൂല് പിടിച്ചു പോകാനുള്ള ഒന്നുമില്ല. അവിടെ എന്താണോ വിജയിക്കുന്നത് അതാണ് നിയമമായിട്ട് മാറുന്നത്, എന്താണോ പരിഷ്കരിക്കപ്പെടുന്നത് അതാണ് പുതിയ നിയമം. അവിടെ ആരും ഇന്നാരെ ആചാര്യന്മാരോ അങ്ങനെയൊന്നുമില്ല. എന്താണോ പ്രായോഗികം, എന്താണോ വിജയകരം, അത് സാംശീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അവിടെ ഈവൻ പ്രഖ്യാപിത നിയമങ്ങളൊന്നുമില്ല.